ഹേ ഗായ്സ്, വൺ പ്ലസ് നോട്ട് 4 30,000 രൂപയ്ക്കുള്ളിൽ ദ ഗ്രേറ്റസ്റ്റ് ഫോണാണോ? അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ക്വസ്റ്റ്യൻ റീഫ്രൈസ് ചെയ്യാം. ഈ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT6 പോക്കോഡ് ഓഫറിംഗ് ഒക്കെ ഉണ്ട്. അതിനുപരി വൺ പ്ലസ് നോട്ട് 4 വാങ്ങിക്കുന്ന വാല്യൂ ആണോ? സി ഗൈസ്, ആ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. സി ഗൈസ്, ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ് ഈ ഫോൺ. മെറ്റൽ കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് മിക്കവർക്കും അറിയാം. അത് ഭയങ്കര ഹൈപ്ഡാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഫുൾ മെറ്റൽ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത് ഈ ഫോണിനകത്ത്. മെറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനീസ് പൊതുവെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കോൾ ക്വാളിറ്റി ആൻറ്റൻ്റെ റിസപ്ഷൻസും ഒക്കെ ഇച്ചിരി പാടാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ഓൺ ചെയ്യാൻ. അതുകൊണ്ട് കമ്പനീസ് പൊതുവെ അതിൽ നിന്ന് സ്റ്റാൻഡ് ബാക്ക് ചെയ്യും. പക്ഷേ വൺ പ്ലസ് ഇവിടെ ഒരു ബോൾഡ് സ്റ്റാൻസ് എടുത്ത് ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസും സ്ട്രാറ്റജീസും ഒക്കെ കൊണ്ടുവന്ന് ഫുൾ മെറ്റൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെയിറ്റ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 199 grams. പക്ഷേ നമുക്കതൊട്ട് ഫീൽ ചെയ്യത്തില്ല. സംഭവം എന്ന് വെച്ചാൽ പ്രോപ്പർലി ഒരു വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് മാനേജും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം വെരി ഹാൻഡി ഡിവൈസ്. പക്ഷേ സ്ലിപ്പറിയാണ്. ഫുൾ മെറ്റൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും വഴുകിപ്പോകുന്നത്, തെറ്റിപ്പോകുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ IP65 ആണ്. അതൊരു നോട്ട് വർത്തി പോയിൻ്റാണ്. ഇൻ ജനറൽ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബോഡി അല്ലെങ്കിൽ ബിൽഡിനെ കുറിച്ച് പറയാനുള്ള സോളിഡ് ബിൽഡ്. കയ്യിലൊരു മെറ്റൽ പീസ് ഓഫ് ഫോൺ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീലുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോഴും എല്ലാ രീതിയിലും ഒരു സോളിഡ് പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രീമിയം ഫീൽ കിട്ടുന്നത് ഇത് തന്നെയാണ്. അതിൻ്റെ ആ ലേസർ വെച്ച് ചെയ്തിട്ടുള്ള ലെയേഴ്സും കാര്യങ്ങളും എല്ലാം സൂപ്പർബായിട്ടുണ്ട്. സോ ഡിസൈൻ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിസൈനിനെ എയ്ഡ് ചെയ്യുന്ന വേറെ സംഭവം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി. സോ ഗൈസ്, ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നോട്ട് വർത്തി ആയിട്ട് എനിക്ക് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കളേഴ്സിന് മുന്നേ ഇതിൻ്റെ തിൻ ബെസൽസാണ് ചുറ്റും. ചിന്നൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. അത് ഈ പ്രൈസ് റേഞ്ചിനകത്ത് വൺ പ്ലസ് അച്ചീവ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ്. ഭയങ്കര തിന്നാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചതിനകത്ത് ഏറ്റവും പ്രീമിയം ഫീൽ ഓഫ് ഡിസൈനൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഇതിനകത്ത്. പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാൻഡ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ഉപയോഗിച്ചേക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കേട്ടിട്ടുമില്ല, എനിക്ക് ഒരുപാട് അറിയത്തുമില്ല അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റി എങ്ങനെയാണെന്നൊന്നും. കളേഴ്സ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഓൺ പോയിൻറ്റ്, ഭയങ്കര പഞ്ചി, ഭയങ്കര കോൺട്രാസ്റ്റി, നല്ലോണം ട്യൂൺഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ തന്നെയാണ്. അവരുടെ 120 Hz ഫ്ലൂയിഡിക് ക്യാമറ ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. 120 Hz ആണെങ്കിലും LTPO ഇല്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുന്നൊരു കാര്യമില്ല ഈ പ്രൈസ് റേഞ്ചിൽ. അത് ഓണസ്റ്റ്ലി ഐ ലൈക്ക് ഇറ്റ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 2150 nits ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അത് പീക്ക് കണ്ടൻറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ HDR കിട്ടുമ്പോൾ മാത്രം അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഡെയിലി നോർമൽ യൂസേജിനൊക്കെ നിങ്ങൾക്ക് 1100 nits കിട്ടുന്നുള്ളൂ. അത് എൻ്റെ ഒരു സജഷനാണ്. ഈ ഭയങ്കര അൾട്രാ പ്രീമിയം ഫോൺസൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് വന്നപ്പം സൂര്യൻ്റെ തൊട്ട് താഴെ വെക്കുമ്പോൾ എനിക്കിതൊരു കാണാൻ പറ്റുന്നില്ല അതുപോലെ തോന്നി. ജസ്റ്റ് ഒരു സജഷൻ മാത്രം, കൊള്ളത്തില്ല എന്നൊന്നുമില്ല. അത് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നിയ ഒരു നോട്ട് വർത്തി പോയിൻറ്റ്. അതർത്ഥം എന്താ, ഡിസ്പ്ലേ സ്പെക്കും ഡിസ്പ്ലേൻ്റെ യൂസബിലിറ്റി എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേ അങ്ങനെ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ ചൂടാവുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഡിസ്പ്ലേ സൂപ്പർ. പിന്നെ ഡിസ്പ്ലേനെ എക്സ്പീരിയൻസ് എയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീക്കേഴ്സും അതിൻ്റെ വൈബ്രേഷൻ മോട്ടർ ഭയങ്കര ലൗഡായിട്ടോ. സ്പീക്കേഴ്സ് നല്ല ക്രിസ്പ് ആൻഡ് ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. അൾട്രാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് വൈബ്രേഷൻ മോട്ടർ കൊടുത്തേക്കുന്നത്. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ്സും കപ്പാസിറ്റിയൊക്കെ ട്വീക്ക് ചെയ്യാൻ പറ്റിയത് ഒരു യുണീക്ക് നീഷൊരു സംഭവം. ഓൾമോസ്റ്റ് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് സൂപ്പറായിട്ട് വരും. പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നെറ്റ്ഫ്ലിക്സിന് HDR കണ്ടൻറ്റ് ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. സോ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. അത് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കൊണ്ടോ ആവാം. ഇനി നമുക്ക് പെർഫോമൻസ്, ബാറ്ററി ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. സോ ഗൈസ്, നമുക്കിനി പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റ് ഞാൻ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു വെച്ചാൽ ഭയങ്കര പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ചിപ്സെറ്റിന് തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഈ 7 Gen 3 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെ. ഇതിൻ്റെ ഗ്രാഫിക്കിലെ മേഖലയിലാണ് അഡ്രിനോയുടെ 732 എന്ന് പറഞ്ഞ GPU ഒക്കെ വന്ന്. ഐ തിങ്ക് ഇറ്റ് ഇസ് റിയലി ഗുഡ്. നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നി. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുമ്പോഴാണ് എനിക്കത് നല്ലോണം റിലവൻ്റ് ആക്കാൻ പറ്റുന്നത്. വെച്ചാൽ PUBGയിൽ നിങ്ങൾക്ക് 90 FPS കണ്ടിന്യൂസ്ലി ഗെയിം കളിക്കാം. CODയിൽ 90 FPS, ഗെൻഷിൻ ഇമ്പാക്റ്റിനകത്ത് നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 60 FPS ഗെയിം കളിക്കാം. അതൊക്കെ നോക്കുമ്പം ഇറ്റ് ഈസ് എ റിയലി ഗുഡ് ചിപ്പ്. പക്ഷേ ഇത് അത്രയ്ക്ക് നല്ലോണം ഒപ്റ്റിമൈസ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ റെഡിറ്റിലും കുറേയിലൊക്കെ വായിച്ചാൽ ഒരുപാട് പേര് ആൻറ്റിറ്റ്യൂഡിൻ്റെ സ്കോർസ് നോക്കുമ്പോൾ ഭയങ്കര വേരിയഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. 900 എന്ന് പറഞ്ഞാൽ 9 ലക്ഷം കിട്ടിയവരുമുണ്ട്, 1.4 മില്യൺ കിട്ടിയിട്ടുള്ളവരുമുണ്ട്. അതുകൊണ്ട് ഈ ചിപ്സെറ്റ് എനിക്ക് തോന്നുന്നു മേ ബി ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ഇച്ചിരി കൂടെ നല്ലോണം ഈ ഡിവൈസിന് വേണ്ടി ഒപ്റ്റിമൈസ് ആക്കി വരാം. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ കില്ലറാണ്. നല്ല പെർഫോമൻസ് ആണ് ഈ പ്രൈസ് റേഞ്ചിന്. അത് എടുത്തു പറയണം. ഇറ്റ് ഈസ് വെരി ഗുഡ് പെർഫോമൻസ്. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്,
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെറ്റൽ ഫോണാണ്, അതിൻ്റെതായ ഗുണമുണ്ട്. ഇത് പെട്ടെന്ന് വാമാവും, പക്ഷേ ഹീറ്റ് ഡിസിപ്പിയേഷൻ നല്ലതായിട്ട് പെട്ടെന്ന് വാമായത് പോവുകയും ചെയ്യും. ഒരു രീതിയിൽ നിങ്ങൾ അനോയ് ചെയ്യുന്ന രീതിയിലോ നിങ്ങളത് ബോദർ ചെയ്യുന്ന രീതിയിലൊന്നും ചൂടാകത്തില്ല, പക്ഷേ വാമാവും. അത് അതിൻ്റെ ഒരു നേച്ചർ, ആ മെറ്റൽ കണ്ടക്ടറിൻ്റെ ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ഫീൽ ചെയ്യാം. പക്ഷേ ഡേ ടു ഡേ കാഷ്വൽ യൂസേജിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. ഗെയിം കളിക്കുമ്പോഴൊക്കെ ഒരു 40-45 താഴെ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. വേറൊരു നോട്ട് വർത്തി പോയിന്റ് എന്ന് പറയുമ്പം പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ 128 GB എടുക്കുകയാണെങ്കിൽ UFS 3.1 ആണ്. അതേപോലെ തന്നെ 256 മേളിലാണ് UFS 4.0 കിട്ടുന്നത്. സോ ലോങ് ടേമിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ UFS 4.0 ഉപരി ഞാൻ പർച്ചേസ് ചെയ്യാനാണ് മൈ റെക്കമെൻഡേഷൻ. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ സത്യം പറഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഗെയിമിങ്ങിനാണെങ്കിലും കാഷ്വൽ യൂസേജിനാണെങ്കിലും വെബ് സർഫിങ്ങിനാണെങ്കിലും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസായിട്ട്. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാലോ 5500 mAh ബാറ്ററി ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ LTP ഇല്ലാത്ത വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുന്നതാണ്. കാരണം ഇത് ലിറ്ററലി ഗ്രേറ്റ് ബാറ്ററി ലൈഫ്. ഒരു 1.5 ദിവസമൊക്കെ നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ വെരി ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്. ഒരു മിക്സ്ഡ് യൂസേജിനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1 ഡേ സുഖമായിട്ട് പുള്ള് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാർജ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഫോൺ ചൂടാവും. കാരണം 100 വാട്ടേജിനാണ് ചാർജ് ചെയ്യുന്നത്. ബോക്സിനകത്ത് വരുന്നുണ്ട്, ചാർജർ വരുന്നുണ്ട്. സോ ഇച്ചിരി കൂടെ വാല്യൂ പെർസ്പെക്റ്റീവ് അഡീഷൻ ഉണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്ന അരമണിക്കൂറിനുള്ളിൽ 28 മിനിറ്റിനുള്ളിൽ ചാർജ് ആവുന്നു. അത് സത്യമാണ്, അതിനുള്ളിൽ ചാർജ് ആവും. വെരി ഗുഡ് ഫോൺ, വെരി ഗുഡ് ചാർജിങ് എക്സ്പീരിയൻസ്. ബാറ്ററി ലൈഫും ബാറ്ററി സെഗ്മെൻറ്റിലും ഒക്കെ ഞാൻ ബിഗ് തംസ് അപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിയർത്തൊലിക്കുന്നു. ഞാൻ ഒന്ന് തുടച്ചിട്ട് വരാം. സോ ഗൈസ്, നമുക്ക് ക്യാമറാസിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഭയങ്കര മൈൻഡ് ബോഗ്ലിങ് ക്യാമറ സിസ്റ്റം ഒന്നുമല്ല, പക്ഷേ അതിൻ്റെ പ്രൈമറി ഷൂട്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോണിയുടെ ലൈറ്റ ടൈപ്പ് ഓഫ് സെൻസർ അതിനകത്ത് വരുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് അവർ നെയിൽഡ് ഇറ്റ്. ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഒരു ന്യൂട്രൽ ടോണിൽ അവർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതെനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ നാച്ചുറൽ ടോണൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓവർ സാച്ചുറേറ്റഡും അല്ല, ഓവർ കോൺട്രാസ്റ്റഡും അല്ല, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വൈഡ് ആംഗിളിലേക്ക് ഇടുമ്പം എനിക്ക് അത്രയ്ക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ വൈഡിലും മെയിൻ ക്യാമറയിലും ഒരേ സെനിയറിൽ ഒരേ ഫ്രെയിമിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പോഷറിൽ നല്ല ഡിഫറൻസ് തോന്നും. എക്സ്പോഷർ എനിക്ക് തോന്നുന്നു വൈഡ് ആംഗിൾ ഇച്ചിരി ഹൈ ആയിട്ടിരിക്കും. പിന്നെ വൈറ്റ് ബാലൻസ് ചെറുതായിട്ട് വൈഡ് ആംഗിളിൽ കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു മൈനർ ഒരു ഞാൻ ചകഞ്ഞ് പിടിച്ചിരുന്ന് തപ്പി കണ്ടുപിടിച്ച. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ക്യാമറാസ് ഇൻ ജനറൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മോട്ടോയുടെ H50 സീരീസ് H50 പ്രോയിനെയൊക്കെ കാട്ടിയും ആ ഒരു റേഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പ്യുവർ നാച്ചുറൽ ക്ലീൻ ഫോട്ടോസാണ്. ഒരുപാട് സിറ്റുവേഷനിലും സെനേരിയസിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു. നൈറ്റിൽ ഉൾപ്പെടെ അത് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ തിങ് ടു ബി നോട്ടഡ് ഇസ് വീഡിയോ സൈഡിലേക്ക് വരുമ്പം എനിക്ക് ആ നാച്ചുറൽ പ്രോസസ്സിങ്ങേ അല്ല. ഭയങ്കര ഓവർ കളേർഡ്, ഓവർ കോൺട്രാസ്റ്റ്, ഓവർ ഷാർപ്പ് ചെയ്തൊരു ഈ ഒരു ക്യാമറ സെറ്റ് എടുക്കാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോസ് പോലെ എനിക്ക് തോന്നിയത്. ഈ ഫോട്ടോയിനുള്ള ക്യാരക്ടറേ അല്ല വീഡിയോസിലേക്ക് വരുമ്പം. അതിനകത്ത് തന്നെ 4K ഇടുമ്പോൾ എനിക്ക് ഇച്ചിരി സ്റ്റെബിലൈസേഷൻ ഇഷ്യൂസ് ഉള്ള പോലെയും തോന്നി. പിന്നെ ഫ്രണ്ട് സെൽഫിയിൽ 4K വീഡിയോ റെക്കോർഡിങ്ങും ഇല്ല ഗൈസ്. അതൊക്കെ ഒരു ചെറിയ സാക്രിഫൈസ് എല്ലാം കോംപ്രമൈസ് ആണ്. എത്രത്തോളം ഓരോരുത്തരെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻ ജനറൽ ക്യാമറ സെഗ്മെൻറ്റിൽ അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ളൊരു ക്യാമറാസാണ്. ഫോട്ടോസിൻ്റെ ജഡ്ജിങ് നിങ്ങൾ തന്നെ ചെയ്യും. ഒരുപാട് സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ഇറ്റ്. അതിൻ്റെ മെയിൻ ക്യാമറാസ് എന്നുള്ള ഫോട്ടോസ് നല്ല സെനേരിയോസിൽ നിങ്ങൾ നല്ലോണം ഒന്ന് ഫ്രെയിമൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോ കിട്ടുന്ന ഉറപ്പാണ്. പ്രോസസ്സിങ് ഓൾസോ കൂഡൂസ്, അവരുടെ പ്രോസസ്സിങ് ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ക്യാമറാസിനുപരി എനിക്ക് വേറൊരു സംഭവം പറയാൻ പറ്റും. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു സംഭവം. OnePlus OS പൊതുവെ പണ്ടൊക്കെ അറിഞ്ഞിരുന്നത് OS വേണ്ടി ആയിരുന്നു ആൾക്കാർ OnePlus എടുത്തത്. നോട്ട് 4 ഞാൻ വിചാരിച്ചു അവരുടെ ഒരു കംബാക്കാണ്, കിടിലം OS ഒക്കെയാണ്. പക്ഷേ എനിക്ക് OS എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള OS ആണ്, സിമ്പിളാണ്. അവരുടെ കോർ ഫിലോസഫിയിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവർ ബ്ലോട്ട്വെയർ ഈ ഫോണിനകത്തിട്ട് എന്തിനെന്ന് എനിക്കറിയത്തില്ല. ഈ കോമ്പറ്റീഷനിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ കൊടുക്കേണ്ടത്. ഒരു എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സിമ്പിൾ ക്ലീൻ മെറ്റൽ ഡ്യൂറബിൾ ഒരു പ്രൊഫഷണൽ ഫോൺ. അതിനകത്ത് ഇവന്മാർ എന്തിനാ ബ്ലോട്ട്വെയർസ് കൊണ്ടിട്ടതെന്ന് എനിക്കറിയത്തില്ല. ചെറിയ ചെറിയ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷേ ബ്ലോട്ട്വെയർസ് അല്ലാതെ ചിലവർ പറയുന്നു അവർക്ക് ആഡും കാര്യങ്ങളും ഒക്കെ പോപ്പപ്പ് ആവുന്നുണ്ടെന്ന്. അത് ഞാൻ ഈ ഫോണിന് ഉപയോഗിച്ചപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ ലോങ് ടേം യൂസറിനും അത് ഫീൽ ചെയ്തില്ല. പക്ഷേ അങ്ങനത്തെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അവന്മാർ എന്തിനാ ഇത്രയും നല്ലൊരു സോഫ്റ്റ്വെയറും ഇത്രയും
സോഫ്റ്റ്വെയർ സൊഫിസ്റ്റിക്കേഷൻ എന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മുടെ വൈബ്രേഷൻ മോട്ടറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ത്രൂ ഔട്ട് UI എലമെൻറ്റ്സ് ഭയങ്കര സ്മൂത്താണ്. അനിമേഷൻസൊക്കെ നമുക്ക് ഒഴുകി പോകുന്ന പോലെ തോന്നും. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ആഡിൻ്റെ ഒരു സീനും കൂടി ഇല്ലായിരുന്നു ഗൈസ്, എനിക്ക് നല്ലോണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ആസ് എ റൈറ്റ് നൗ കുറച്ച് യൂസേഴ്സിനൊന്നും അത് ഫേസ് ചെയ്യുന്നില്ല, കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി നാൾ കഴിയുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലിടും. അത് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്ത് ഇൻ ഓൾ അറൗണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ വേർഡിക്റ്റ് അബൌട്ട് ദിസ് ഫോൺ ശരിക്കും നല്ല ബിൽഡ് ആൻഡ് ഡിസൈൻ ഉള്ളൊരു ഫോണാണ്. ഈ യുണീക്ക് പെർസ്പെക്റ്റീവ് അതിനകത്തുണ്ട്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ബാറ്ററി ലൈഫ് ആൻഡ് ചാർജിങ് ഇൻഡസ്ട്രി ലീഡിങ്, സൂപ്പർ, ഒരു കുറ്റവും പറയില്ല. പെർഫോമൻസിനെ കുറിച്ചാണെങ്കിലും ഐ റിയലി ലൈക്ക് ഇറ്റ്. നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടും. ക്യാമറാസ് ഒരുപാട് ചെറിയ ചെറിയ കുറ്റവറ്റങ്ങളുണ്ട് അവിടെയൊക്കെ, പക്ഷേ അതിൻ്റെ പ്രൈമറി മെയിൻ ഷൂട്ടർ ഉണ്ടല്ലോ ക്യാമറ, അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആൻഡ് സോഫ്റ്റ്വെയറിലേക്ക് അവന്മാർ ആഡ്സും കൂടി എടുത്ത് കളഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊരു ബ്ലൈൻഡ് റെക്കമെൻഡേഷൻ ആയിരുന്നു. നിങ്ങൾക്കൊരു ക്ലീൻ മിനിമൽ സിമ്പിൾ യൂസേജിനൊക്കെയാണ്, നിങ്ങൾക്ക് ആ മെറ്റൽ ബോഡി ഡിസൈനൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഓക്സിജൻ OS, OnePlusൻ്റെ OS നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഈ ആഡിൻ്റെ സെനേരിയോ എൻ്റെ ഫോണിലും എൻ്റെ എക്സ്പീരിയൻസിലും ഒന്നും ഭയങ്കരമായിട്ടില്ല. ചെറിയ ബ്ലോട്ട് ബേസ് ഉണ്ടായിരുന്നു, അതൊരു 5 മിനിറ്റ് എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ആസ് ഓഫ് റൈറ്റ് എനിക്ക് തോന്നുന്നു OnePlus അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ദിസ് ഇസ് എ സോളിഡ് പർച്ചേസ്. ശരിക്കും ഇത് വാല്യൂ ആവാൻ പോകുന്നത് ദിവാലിയിലും ഈ വലിയ വലിയ ക്രിസ്മസിലും ഒക്കെ വരുമ്പം ഇവർ നല്ല കുറച്ച് പ്രൈസും കൊടുക്കും. അപ്പം നിങ്ങൾ UFS 4.0 ഉള്ള ഡിവൈസുകൾ വാങ്ങിച്ചാൽ ഗ്രേറ്റ് ഡീലാണ്. സോ ഗൈസ്, ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. ഇതിൻ്റെ കോമ്പറ്റീഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, റിവ്യൂ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ബി ശ്രീ. ലവ് യു. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.